ഒരു രക്ഷാകർത്താവിനോട് ഞാൻ ചോദിച്ചു, കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലേ? അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: എങ്ങനെ അയക്കും സാറേ? ആരെ വിശ്വസിച്ച് അയക്കും? ഭയമാണ് സാറേ കുട്ടികളെ ഇന്ന് സ്കൂളിലേക്ക് അയക്കാനായിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് 3 സ്ത്രീകളെ പിടിച്ചു. എന്താ കാരണം എന്നറിയാമോ? 40 കോടിയിലധികം വില വരുന്നതായ ഈ ലഹരി വസ്തുക്കളുമായിട്ടാണ് അവരെ പിടികൂടിയത്. അതിനകത്ത് 15 കിലോഗ്രാമോളം മിഠായിയും കേക്കും അതുപോലെ തന്നെ ചോക്ലേറ്റും ക്രീം ബിസ്ക്കറ്റും ഒക്കെ ആയിരുന്നു. 15 കിലോഗ്രാം. 34 കിലോഗ്രാം എന്ന് പറയുന്നത് അതിൽ ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു. ഇതെല്ലാം ആരെ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, സ്കൂൾ തുറന്നിട്ട് സ്കൂളിലേക്ക് ആവശ്യമായിരിക്കുന്ന പുസ്തകങ്ങളോ മറ്റു സാമഗ്രികളോ ഒന്നും, പഠന സാമഗ്രികളോ ഒന്നും എത്തിയിട്ടില്ല. അതിനു മുമ്പേ തന്നെ ഈ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായ ലഹരി പദാർത്ഥങ്ങൾ എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, അതായത് മനുഷ്യന്റെ അറിവ്, മൂല്യം, അതുപോലെ തന്നെ അവരുടെ കഴിവ്, സ്വഭാവം എന്നിവയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അറിവ്, മൂല്യം, കഴിവ്, അതുപോലെ സ്വഭാവം എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പഠന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസത്തിന് 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന് പാഠശാലയാണ്. അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാർത്ഥികൾ കൂടി വരുന്ന ഇടത്തെയാണ് പാഠശാല അഥവാ സ്കൂൾ എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് അവിടെ അധ്യാപകർ വേണം. ഒരു പാഠശാലയാണെങ്കിൽ അവിടെ അധ്യാപകർ വേണം. അധ്യാപകർ അവിടെ ജ്ഞാനം പകർന്നു നൽകുന്നവരാണ് അധ്യാപകർ എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല, ഈ പാഠശാലയും അധ്യാപകരും മാത്രമുള്ളതൊരു കാര്യമാകുന്നില്ല, വിദ്യാർത്ഥികൾ വേണം. വിദ്യാർത്ഥികൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. അതായത് വിദ്യയെ യാചിക്കുന്നവർ, വിദ്യയെ അർത്ഥിക്കുന്നവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് വിജ്ഞാനം നേടുന്നതിന് വേണ്ടി അധ്യാപകരിൽ നിന്ന്, അതായത് പഠിക്കുന്നവരെയാണ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ആവശ്യമില്ലെന്നറിയാമോ? അതായത് ലഹരിയുടെയോ അതുപോലെ ഗുണ്ടായുസത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും പിൻബലം ആവശ്യമില്ല. ഈ ലഹരി ഉപയോഗിച്ചാലുള്ള സ്ഥിതിവിശേഷം എന്താ ചോദിച്ചാൽ, ശാരീരികമായും മാനസികമായുമായ തകർച്ചയുണ്ടാവും. മാത്രം പഠനത്തിൽ അശ്രദ്ധയുണ്ടാകും. മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ ശിഥിലീകരണം നടക്കും. എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതിന്റെ പരിഹാരമാണ്. രണ്ടാമത് അതെന്ന് പറഞ്ഞാൽ, സ്കൂളുകളിൽ ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അധ്യാപകർ ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക. മാത്രമല്ല, വീണ്ടും നമുക്ക് കാണാം, അതായത് ദൈവവിശ്വാസവും പ്രാർത്ഥനയും അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതായത് ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 25-ന്റെ 3-ാമത്തെ വാക്യം: നിന്നെ കാത്തിരിക്കുന്നവർ